തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതുതായി രൂപീകരിച്ച തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യ സമവാക്യങ്ങൾക്ക് തിരികൊളുത്തി. കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പ്രമുഖനും രാഹുൽ ഗാന്ധിയുമായി അടുത്തുവന്ന് പുലർത്തുന്നയാളുമായ പ്രവീൺ ചക്രവർത്തി ചെന്നൈ പട്ടിണംപാക്കത്തുള്ള വിജയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് വലിയ ഊഹാപോഹങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നിലവിലെ സഖ്യകക്ഷിയായ DMKയുമായി സീറ്റ് പങ്കിടൽ ചർച്ചകൾ പുരോഗമിക്കവേ കോൺഗ്രസ് നടത്തിയ ഈ സമാന്തര നീക്കം DMK പാളയത്തിൽ നേരിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ DMK അധ്യക്ഷൻ AK സ്റ്റാലിനുമായി സീറ്റ് വിഭജന ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാനായ പ്രവീൺ ചക്രവർത്തി TVK പ്രസിഡന്റ് വിജയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വെള്ളിയാഴ്ച ചെന്നൈയിലെ വിജയുടെ വീട്ടിൽ നടന്ന ഈ കൂടിക്കാഴ്ച മണിക്കൂറുകൾ നീണ്ടുനിന്നു. പ്രവീൺ ചക്രവർത്തി വെറുമൊരു സംസ്ഥാന നേതാവല്ല, ഡാറ്റ അനലിറ്റിക്സ് വിദഗ്ധനും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിലെ പ്രധാനിയുമാണ്. ഇദ്ദേഹം നേരിട്ട് വിജയെ സന്ദർശിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ മൗന അനുവാദത്തോടെയാണെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്രഷർ ടാക്ടിക് ആണോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. സഖ്യ ചർച്ചകൾക്കായി ദേശീയ നേതൃത്വം 5 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കെ ഒരു വ്യക്തി സമാന്തര ചർച്ചകൾ നടത്തിയത് TNCയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പാർട്ടി നേതൃത്വം വിഷയത്തിൽ ദേശീയ ഹൈക്കമാൻഡിൽ നിന്ന് വ്യക്തത തേടാൻ ഒരുങ്ങുകയാണ്. ചില കോൺഗ്രസ് നേതാക്കൾ പ്രവീൺ ചക്രവർത്തിക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടി ഹൈക്കമാൻഡിന്റെ അനുമതി ഇല്ലാതെയാണ് അദ്ദേഹം വിജയെ കണ്ടതെന്നും ഇത് സഖ്യ ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ഇദ്ദേഹം നേരത്തെയും വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ നിലവിലെ സഖ്യകക്ഷിയായ DMK ഈ നീക്കത്തിൽ അസ്വസ്ഥരാണ്. കോൺഗ്രസ് എത്രയും വേഗം അവരുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണമെന്ന് ഒരു മുതിർന്ന DMK നേതാവ് പ്രതികരിച്ചതായാണ് റിപ്പോർട്ട്. DMKയുമായി സഖ്യം ഉറപ്പിച്ചതായി കോൺഗ്രസ് നേതൃത്വം സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആവർത്തിച്ചിരുന്നു. അതിനിടയിലാണ് ഈ സമാന്തര ചർച്ച. DMK സഖ്യത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ താരപരിവേഷവും TVKയുടെ യുവജന പിന്തുണയും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കരുതുന്നു. പ്രവീൺ ചക്രവർത്തിയുടെ കൂടിക്കാഴ്ചയ്ക്ക് പുറമെ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമി വിജയുടെ പിതാവുമായി തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതും സഖ്യ സാധ്യതകൾക്ക് അടിവരയിടുന്നു. ഒരു സ്വകാര്യ ചടങ്ങിന് ശേഷം കാറിൽ വെച്ച് ഇരുവരും 4 മണിക്കൂറോളം ചർച്ച നടത്തിയെന്നാണ് വിവരം. തുടർച്ചയായ ഈ കൂടിക്കാഴ്ചകളെ കുറിച്ച് പ്രതികരിക്കാൻ TVK നേതൃത്വം തയ്യാറായിട്ടില്ല. വിജയ് ക്യാമ്പും നേതാക്കളും മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കാൻ സാധിക്കുമെന്ന് TVKയിലെ ഒരു വിഭാഗം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിൽ തങ്ങൾ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നതായും തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഏത് പാർട്ടിയുമായും സഖ്യത്തിന് വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രസ്താവന കോൺഗ്രസിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ TVKക്ക് ലഭിക്കുമോ എന്നതും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. കോൺഗ്രസ് TVKയുമായി സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വോട്ടുകൾ വലിയ സ്വാധീനം ചെലുത്തും. കോൺഗ്രസിന്റെ ഔദ്യോഗിക സീറ്റ് പങ്കിടൽ സമിതി കഴിഞ്ഞ ദിവസം DMK അധ്യക്ഷൻ MK സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകൾ സഖ്യബന്ധം ശക്തമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും TVKയുമായി സമാന്തര ചർച്ചകൾ നടക്കുന്നത് DMKയെ അലോസരപ്പെടുത്തുന്നുണ്ട്. നടനെന്ന നിലയിൽ വിജയ്ക്കുള്ള വലിയ യുവജന പിന്തുണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ പുതിയ മുഖമായി കടന്നുവരുന്ന TVKയ്ക്ക് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും ദേശീയ പ്രതിച്ഛായയും ഗുണം ചെയ്യുമെന്നും കരുതപ്പെടുന്നു. കാലക്രമേണ DMK കോൺഗ്രസിന് നൽകുന്ന സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളെ പലപ്പോഴും DMK നേതാക്കൾ അവഗണിക്കുന്നു എന്ന പരാതിയും ശക്തമാണ്. വിജയ് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നത് ഇതാദ്യമല്ല. 2010 രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യത തേടിയെങ്കിലും ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. പ്രാദേശിക തലത്തിൽ ശക്തമായ കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് TVK. 2021 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം സ്വതന്ത്രമായി മത്സരിച്ച 169-ൽ 115 സീറ്റുകൾ നേടിയത് TVKയുടെ അടിത്തറ വ്യക്തമാക്കുന്നു.